സച്ചിദാനന്ദരൂപായ വിശ്വപ്രത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ശ്രീമദ്ഭാഗവതം നാമപുരാണം ലോകവിശ്രുതം ശൂന്യാ ശ്രദ്ധയാ യുക്തോ മമ സന്തോഷകാരണം. ശ്ലോകാർത്ഥം ശ്ലോകപാദം വാ നിത്യം ഭാഗവതോദ്ഭവം പഠതി ശൂന്യായസ്തു ഗോ സഹസ്രഫലം ലഭേത്. മമോസേഷു സർവേഷു ശ്രീമദ്ഭാഗവതം പരം ശൃണ്വന്ത്യ നരാ ഭക്ത്യ മമ പൂർത്തേജ സുഹൃത്. വസ്ത്രാലങ്കരണൈ പുഷ്പൈർ ധൂപദീപോപഹാരകൈ വഹീകൃതോ ഹി അഹം തച്ഛാശ്രിയാ സത്പതിർയഥാ. സുഗരുവർഹോദജ്ഞാ സർവശാസ്ത്രവിശാരദ ഏതത് കഥാ പ്രകാശേന മേധജ്ഞാനം വിനാശയ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജന്മാദ്യസ്യ യതോ അന്യയാത് ഇതരതശ്ച അർത്ഥേഷു അവിഘ്നസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തി യസ്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര സർഗോ അംശാ ധാംനാ സേന സദാ നിരസ്തോകം സത്യം പരം ധീമഹി. ധർമ്മ പ്രോചിത കൈതവോ അത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവം അത്ര വസ്തു ശിവദം താപത്രയോന്മൂരണം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരിരീശ്വരഃ സദ്യോ ഹൃദ്യ അവരുദ്ധതേ അത്ര കൃതിഭിഃ ശുശ്രൂഷിഭിഃ തക്ഷണാത്. നിഗമകൽപതരോ ഗലിതം സുഖമുഖാത്മമൃതാദ്രവ സംയുതം വിപദാ ഭാഗവതം രസമാലയം മുഹുരഗോ രസികാ ഭുവി ഭാവുകാഃ. സൂത ഉവാച യം പ്രവർജന്തമനുവേദമവേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതരോ അഭിനീതു സർവഭൂതഹൃദയം മുനിമാനദോസ്മി. യസ്സാനുഭാവം അഗ്രശ്രുതിസാരമേകം അധ്യാത്മദീപം അതിതീക്ഷതാം തമോന്തം. സംസാരിണാം കരുണയാക പുരാണഗുഹ്യം തം വ്യാസസൂനും ഉപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിമുഖ്യപാതമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഹരേ കൃഷ്ണ. ഓം തത്സത്. കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ട് പ്രഭു. ഒരു മിനിറ്റ്, ഞാന് സിസ്റ്റത്തിലോട്ട് മാറിക്കോട്ടെ. Hare Krishna, Hare Krishna, Krishna Hare Hare Rama. നമോ ഭഗവതേ വാസുദേവായ. Hare Krishna, Hare Krishna, Krishna. വീണ്ടും അനന്തപത്മനാഭ സത്സംഗത്തിന് ശ്രേഷ്ഠരായ ഭക്തരെ കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. ഹിസ്റ്ററീസ് ആദി കൃത ഗോപാലദാസ് പറഞ്ഞത് വളരെ സന്തോഷമുള്ള വാർത്തയാണ്. നമുക്ക് ഭഗവാന്റെ അർച്ചവിഗ്രഹത്തിൻ്റെ കൂടെ
ആ ഉത്സവത്തിന് പോവുക എന്നുള്ള പറയുന്നത് തന്നെ വളരെ ശ്രേഷ്ഠമായ കാര്യമാണ്. ഹരേ കൃഷ്ണ. കഴിഞ്ഞ ദിവസം നമ്മൾ ഭക്തിയെക്കുറിച്ച് സംസാരിച്ചപ്പം അക്രൂരരെയാണ് എടുത്തത്, അല്ലേ? ശരിയല്ലേ? ആണോ? അതെ അതെ പ്രഭു. ഭക്തി എന്ന് പറയുന്നത് അക്രൂരരെ പോലുള്ള ശ്രേഷ്ഠരായ ഭക്തരെ പോരെന്നുള്ളതല്ല, അക്രൂരരെയൊക്കെ കണ്ടുപഠിക്കണം, അക്രൂരരെ തന്നെ കണ്ടുപഠിക്കണം. എപ്പോഴും പറയാറുണ്ട് ഭക്തി എന്ന് പറയുന്നത് മിനിമം അർജുനനെ പോലെയെങ്കിലും നമ്മൾ ആകണം എന്നുള്ളത്. നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വലിയൊരു വിശേഷം ഉള്ളതായി കാണുന്നില്ല. ഞാൻ ഇവിടെ ഉള്ളവരുടെ കാര്യമല്ല പറയുന്നത്, പൊതുവെ ഒരു നാടിന്റെ ഒരു, അല്ലേ? ശരിയല്ലേ പറഞ്ഞത്? ഇതൊന്നും ആവശ്യമില്ല, അല്ലേ? ശരിയാണോ തെറ്റോ? ശരിയാ പ്രഭു, ശരിയാ. പക്ഷേ കുട്ടികളിൽ ഈ ഒരു സ്പിരിച്വാലിറ്റി, ഈ ഒരു ആത്മീയത ഭൗതിക വിദ്യാഭ്യാസത്തിനൊപ്പം കൊണ്ടെത്തിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ചില അപജയങ്ങൾ സംഭവിക്കുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലാണ്. ഞാനിത് പറയാൻ കാരണം, ഈ കഴിഞ്ഞ ദിവസം ഏകാദശി ദിവസം വളരെ ദുഃഖകരമായ ഒരു കാര്യം ഞാൻ കേട്ടു. നമ്മുടെ നാട്ടിൽ തന്നെയാണ്. ഡിഗ്രി ഫൈനൽ ഇയർ എന്ന് പറയുമ്പോൾ പൂർത്തീകരിച്ചില്ല എനിക്കറിയത്തില്ല, ഏകദേശം ആ പ്രായമേ ഉള്ളൂ. ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ഇതെല്ലാം ആത്മീയമായ കാഴ്ചപ്പാടുകളുടെയും ആത്മീയ വിദ്യാഭ്യാസത്തിന്റെയും കുറവാണ്. ഇന്നത്തെ തലമുറ എല്ലാം ഭൗതിക വിദ്യാഭ്യാസം മാത്രം നോക്കുകയും മാതാപിതാക്കളും അധ്യാപകരുമെല്ലാം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ കുട്ടികളാകട്ടെ എല്ലാം ഫിസിക്കലി എക്സ്പീരിയൻസ് ചെയ്തു പോകണം എന്നുള്ള ആ ഒരു ചിന്തയിലുമാണ്. ഇവിടെ ഭഗവാന്റെ റോള് ഒരിടത്തുമില്ല, അവർക്ക് ഭഗവാനെ കുറിച്ച് അറിയത്തുമില്ല. അർജുനനും ഭഗവാനും തമ്മിൽ മാത്രമുള്ള സംഭാഷണം കേട്ടാൽ മതിയാകും നമ്മുടെ മനസ്സിനെ ദൃഢീകരിക്കാനും നമ്മുടെ മനസ്സിനെ നേരായ വഴിയിൽ കൊണ്ടുപോകാനും. ഇനി വൈഷ്ണവരായ ഇടയ്ക്കുള്ള നമ്മുടെ കുട്ടികളുടെ ചില 1-2 ഉദാഹരണങ്ങൾ വളരെ നമ്മൾ പോലും അതിശയിച്ചു പോകും. ഒരു ചെറിയൊരു കുട്ടി ഞാൻ സൂപ്പർ മാർക്കറ്റിൽ കണ്ടതാ. ആ കുട്ടി പിന്നീടാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ കഴുത്തിൽ മാലയുള്ളപ്പോൾ മനസ്സിലായി ഇസ്കോൺ ഡിവോട്ടിയാണ്. ആ കുട്ടി ഓരോ ചോക്ലേറ്റും എടുക്കുകയാണ്. സെലക്ട് ചെയ്യുമ്പം ആ കുട്ടി ആദ്യം നോക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. ആ അമ്മ ഇതിനകത്ത് എഗ്ഗിന്റെ കണ്ടൻസ് ഉണ്ട്. ആ കുട്ടി തന്നെ അമ്മയെടുത്ത് പറയുന്നു. ആ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ തിരിഞ്ഞു നോക്കിയത്, ഞാൻ അവരെ ശ്രദ്ധിച്ചത്. അപ്പൊ ആ ഒരു കോൺഷ്യസും അത്തരം നിലവാരത്തിൽ വരുന്ന കുട്ടികൾക്കുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഏതൊരു കാര്യവും പറഞ്ഞു വന്നത്, ഏതൊരു കാര്യവും നോക്കിക്കണ്ട് തിരിച്ചറിയാനുള്ള ഒരു ശക്തി വൈഷ്ണവ സംസ്കാരത്തിലൂടെ പോകുമ്പോൾ ഉണ്ടാകും. അങ്ങനെയുള്ള കുട്ടി വളരെ 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 തുരുവും ഇല്ലെന്ന് തന്നെ പറയാം. റെയറാണ് മറ്റ് മാർഗങ്ങളിലേക്ക് വ്യതിചലിക്കുന്നത്. അതുകൊണ്ട് ഇത് നമ്മുടെ കടമയാണ്. നമ്മളുടെ സമൂഹത്തിലുള്ള, നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള, നമ്മുടെ വിശ്വാസം അനുസരിച്ച് മുന്നോട്ട് പോകുന്നവരെ നേരായ വഴിക്ക് കൊണ്ടുപോകേണ്ടതും ഭഗവത്ഗീത ഭാഗവതം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതും സത്സംഗങ്ങളിലേക്ക് വിളിച്ചുകൊണ്ട് വരികയാണ്. നേരത്തെ ഈ ശ്രീ ആദികർത്ത ഗോപാലദാസ് പ്രഭു സൂചിപ്പിച്ചു, നഗരസങ്കീർത്തനം, മഹാപ്രഭു തുടങ്ങിയ നഗരസങ്കീർത്തനം ഈ ലോകത്താദ്യമായിട്ട് ഉപരിപ്ലവമായി ചിന്തിക്കുകയും എല്ലാ ജനങ്ങൾക്കും, ഭക്തജനങ്ങൾക്കും, എല്ലാ ജനങ്ങൾക്കും, സാധാരണക്കാർക്കെല്ലാം ഈ മഹാമന്ത്രം പറഞ്ഞു കൊടുക്കുകയും അത് തെരുവ് മുഴുവൻ ജപിച്ചുകൊണ്ട് നടക്കുകയും ചെയ്തത് ആദ്യമായി മഹാപ്രഭുവാണ്.
മഹാപ്രഭു അന്നത്തെ ജമീന്ദാർ നവാബ് ഹുസൈൻ ഷായെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് നഗരസങ്കീർത്തനം ചെയ്തത്. ആ കഥയെല്ലാം പറഞ്ഞു, അതവിടെ നിൽക്കട്ടെ. അപ്പം നഗരസങ്കീർത്തനം വളരെ ആവശ്യമാണ്. അതിലൂടെ നമ്മുടെ ആ ഒരു സനാതനമായ ധർമ്മം ഭാഗവത ധർമ്മമാണ്. സനാതനമായ ധർമ്മം എന്ന് ഒറ്റയടിക്ക് പറയുക ഭാഗവത. എന്താണ് നിങ്ങൾ പറയുന്നത്? സനാതന ധർമ്മം, സനാതന ധർമ്മം എന്ത് പറയും മാതാജി? ഹരേ കൃഷ്ണ, എന്ത് പറയും? എന്നും നിലനിൽക്കുന്നത്. അതെ, പക്ഷേ എന്നും നിലനിൽക്കുന്നത് എല്ലാവർക്കും അറിയാം. സനാതനമായ ധർമ്മം എന്നും നിലനിൽക്കുന്നത്. അപ്പം മറ്റൊരാൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എന്ത് പറയും? ഭാഗവത ധർമ്മമാണ് സനാതന ധർമ്മം, ഇത്രയേ ഉള്ളൂ. ഭാഗവത ധർമ്മം മാത്രമേ അനശ്വരമായിട്ടുള്ളൂ. അപ്പോൾ ചോദിക്കുക, എന്താ ഭാഗവത ധർമ്മം? ഭഗവാനെ അനുഗമിക്കുക, ഇത്ര തന്നെ. അതെന്തോ അനുഗമിക്കുക എന്ന് പറഞ്ഞത്? ഭഗവാന്റെ കാഴ്ചപ്പാടുകളിലൂടെ പോവുക. അതെന്താ ഭഗവാന്റെ കാഴ്ചപ്പാടുകൾ എന്ന് ചോദിച്ചാൽ, ഭഗവത്ഗീത വായിച്ചാൽ മനസ്സിലാകും. വരൂ നമുക്ക് നോക്കാം എന്താണ് ഭഗവാന്റെ കാഴ്ചപ്പാടുകൾ. അപ്പൊ വീണ്ടും ചോദിക്കുക, എന്നാലും ഒന്ന് പറഞ്ഞു. വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനെ ശുനി ചെയ്യുക ശോഭാകേജ ആ ആ പണ്ഡിത സമദർശൻ. പണ്ഡിത സമദർശന. എന്താ അർത്ഥം, വിവർത്തനം? എന്താ അർത്ഥം? പണ്ഡിതന്മാരെയും പാമരന്മാരെയും ഒരേപോലെ സമഭാവനയിൽ കാണണം. വിധിയും വിനയമുള്ള പണ്ഡിതനെയും പശുവിനെയും നായമാംസം കഴിക്കുന്ന ചണ്ടാളനെയും ഒരേപോലെ കാണുക എന്നുള്ളതാണ് സനാതനമായ ധർമ്മം, ഭഗവത് ധർമ്മം എന്നത്. ഓ, അങ്ങനെയാണോ? അപ്പം അറിവുള്ള ഒരാളാണെന്ന് കേൾക്കെങ്കിൽ പറയും, ഓ ഇത് ശ്രേഷ്ഠമാണ്, ഒരിടത്തും ഇങ്ങനെ പറഞ്ഞിട്ടില്ല, വളരെ ശ്രേഷ്ഠമാണ്. നോക്കൂ, ഒരു നല്ലൊരു തലമുറയെ പറഞ്ഞു കൊടുത്ത് വളർത്താനുള്ളൊരു സംഭവം. പിന്നെന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? അപ്പോഴാണ് നമ്മൾ വീണ്ടും കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനും താല്പര്യമുള്ളതെങ്കിൽ പറഞ്ഞു കൊടുക്കാനും. അപ്പോൾ വീണ്ടും ചോദിക്കും, ഈ ഭൂമിയിൽ ദുഃഖങ്ങളേ ഉള്ളു, ദുഃഖാലയം അശാശ്വതം. ആ ദുഃഖങ്ങൾ എന്ന് പറയാൻ അവിടെ സയന്റിഫിക് ആയിട്ട് വരും, എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്, സയന്റിഫിക് ആയിട്ട് വരുന്നതാണ്. മൂന്ന് ഗുണങ്ങളാണ് ഈ പ്രകൃതിയിലുള്ളത്. ആ ഗുണങ്ങൾക്കനുസരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ആ ഗുണങ്ങൾക്ക് അതീതമായി നമ്മൾ മുന്നോട്ട് പോകണം. വെള്ളത്തിലെ തിരമാലയുണ്ടെങ്കിലും ആ തിരമാലയിൽ പെടാതെ ഒരു വള്ളം തുഴഞ്ഞു പോകണമെങ്കിൽ ആ വള്ളക്കാരൻ എത്രമാത്രം ട്രെയിനിങ് നേടിയിരിക്കണം? ശരിയോ തെറ്റോ? ശരിയാ പ്രഭു. ഇല്ലേ? അതെ. ആ വള്ളക്കാരൻ അറിയാം തിരമാല ഉണ്ടാകും എന്ന് പറഞ്ഞ് അദ്ദേഹം പോകാതിരിക്കുന്നുണ്ടോ? ഇല്ല. ഇല്ല. അദ്ദേഹം ഇറങ്ങും, രാവിലെ ഇറങ്ങും. കാര്യം അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗമാണത്. അദ്ദേഹം വളരെ ധൈര്യമായിട്ട് ഇറങ്ങും, ദൃഢമായ വിശ്വാസത്തോടെ എനിക്കത് തരണം ചെയ്യാൻ പറ്റും എന്ന വിശ്വാസത്തോടു കൂടി നമ്മൾ ഇറങ്ങും. അതാണ്, ആ ഒരു വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. ഈ ദുഃഖാലയമായ ഈ സമുദ്രം, ഈ തിരമാലകൾ പോലെ, ഈ സമുദ്രത്തിലെ പോലെ 3 ഗുണങ്ങൾ അടങ്ങിയതാണ്. എപ്പോഴും പ്രക്ഷുബ്ധമാണ്, ഇതിങ്ങനെ ഇളകി മറിഞ്ഞുകൊണ്ടേയിരിക്കും. അതിനു മുകളിലൂടെ നമ്മൾ ഒരു സർക്കസുകാരനെ പോലെ തുഴഞ്ഞു പോകണം, ആ വിദഗ്ധനായ വള്ളക്കാരനെ പോലെ. ഒന്നും സംഭവിക്കത്തില്ല. അപ്പോഴാണ് നമ്മൾ അങ്ങനെ ആ ഒരു തലത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ വള്ളക്കാരൻ എങ്ങോട്ടാണോ ലക്ഷ്യസ്ഥാനത്ത് നോക്കുന്നത്, ആ വള്ളക്കാരന്റെ ലക്ഷ്യസ്ഥാനത്ത് വള്ളക്കാരൻ എങ്ങനെ എത്തിച്ചേരുമോ അങ്ങനെ
നമ്മള് സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാതിഥി. ഈ സംസാരസാഗരമായ സമുദ്രത്തിലെ ആ 3 ദുഃഖങ്ങളെയും പ്രകൃതിയുടെ 3 ഗുണങ്ങളെയും അതിജീവിച്ച് നമ്മള് ഭഗവത് ധാമത്തിലെത്തും. ശരിയോ തെറ്റോ പറഞ്ഞത്? ശരിയാണ് പ്രഭു. അപ്പൊ ചോദിക്കും, ഇതെങ്ങനെ 3 ഗുണങ്ങൾ എങ്ങനെ? അവസാത്വികം, രാജസികം, താമസികം, അതെങ്ങനെ നമ്മളെ ബാധിക്കും? അത് ആഹാരത്തിലൂടെ ബാധിക്കും. അതെങ്ങനെയാണ്? ഒരു മദ്യപാനി മദ്യം കഴിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഫലം? ഇത്രയുള്ള സിമ്പിൾ കാര്യങ്ങളാണ്. മദ്യപാനി മദ്യം കഴിച്ചാൽ എന്തായിരിക്കും ഫലം? ധനാവശ്യമായി സംസാരിക്കുക, അല്ലെങ്കിൽ കോൺഷ്യസ് നഷ്ടപ്പെടുകയും ചെയ്യും. എന്തുകൊണ്ടാ? അദ്ദേഹത്തിന്റെ കുഴപ്പമാണോ? അല്ല, അദ്ദേഹം കഴിച്ച ആഹാരത്തിന്റെ കുഴപ്പം. അപ്പൊ ആഹാരം നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കും. നല്ല ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നല്ല ബുദ്ധി തോന്നിക്കും. നല്ല ആഹാരത്തിലൂടെ കുട്ടികൾ വളർന്നു കഴിഞ്ഞാൽ നല്ല ഒരു ബ്രെയിൻ ഡെവലപ്മെന്റ് ഉണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ കാര്യങ്ങൾ? മനസ്സിലാവുന്നുണ്ട് പ്രഭു. ആ ഒരു ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ 2 കാര്യങ്ങൾ പ്രത്യേകം ചെയ്യണം. 1 ആഹാരം, 2 മന്ത്രം. പണ്ട് നമ്മൾ പറയാറുണ്ട്, പട്ടരിൽ പൊട്ടനില്ല, പൊട്ടനാണെങ്കിൽ അത് കണക്കനുമായിരിക്കും. ഈ ചൊല്ല് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല പ്രഭു, കേട്ടിട്ടില്ല. പണ്ടുള്ളവർ പറയുന്ന പട്ടന്മാരിൽ പൊട്ടൻ കാണത്തില്ലെന്ന്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ പൊട്ടന്? ഹരേ കൃഷ്ണ. ഉണ്ട് ഉണ്ട്. ഉണ്ട്. ഹരേ കൃഷ്ണ. ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ടോ? അഥവാ അവൻ പൊട്ടൻ എന്ന് പറഞ്ഞാൽ കണക്കനായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല. കണക്കൻ എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അവൻ അക്കൗണ്ടന്റെങ്കിലും ആ അക്കൗണ്ടെങ്കിൽ ആ ഒരു നിലവാരത്തിലെങ്കിലും ആയിരിക്കും, അറിവുള്ള ആയിരിക്കും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിദ്യാഭ്യാസം നേടിയവരായിരിക്കും എന്നർത്ഥം. എന്തുകൊണ്ടാണ് അത് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് അവർക്ക്? നമ്മൾ ചിന്തിക്കണം. അവരുടെ ആഹാര ശൈലി, നാമജപം, ഈ 2 കാര്യങ്ങളാണ്. ഉപാസന, ഭഗവത് സേവനം, ഉപാസന. ശ്രീമദ് ഭഗവത്ഗീത 14-ാമത്തെ അധ്യായം 26-ാമത്തെ ശ്ലോകം എടുത്താട്ട്. ഹരേ കൃഷ്ണ. പതിനാലിലെ 26. ഹരേ കൃഷ്ണ. കൃഷ്ണ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിച്ചോട്ടെ? വായിച്ചോളൂ. മാം ചായോ വ്യാഭിചാരേണ ഭക്തിയോഗേന സേവത്തെ സഗുണാൻ സമതീതൈതാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ. ഏതു പരിതസ്ഥിതിയിലും പിഴയ്ക്കാതെ ഭക്തിപൂർവം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നവർക്ക് വേഗത്തിൽ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് ബ്രഹ്മപദത്തിലെത്താം. ഹരേ കൃഷ്ണ. ഇവിടെ ഒരു മിനിറ്റ്. നമ്മളുടെ എല്ലാം ഗുരു എന്ന് പറയുന്നത് ശീലാ പ്രഭുപാദനാണ്. ഭഗവത്ഗീതയിലെ വിവർത്തനം വായിക്കുമ്പോഴും ഭാവാർത്ഥനം വായിക്കുമ്പോഴും ഈ ഒരു പദം ഒന്ന് ഓർമ്മിച്ച് വെച്ചോളൂ. അത് ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ആയിക്കോളൂ. വിവർത്തനം ആവർത്തനത്തോടെ ശീലാ പ്രഭുപാദ കി ജയ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ വിവർത്തനം ഭാവാർത്ഥം ശീലാ പ്രഭുപാദ കി ജയ്. മനസ്സിലാവുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഏത് പരിതസ്ഥിതിയിലും പിഴയ്ക്കാതെ ഭക്തിപൂർവം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നവർക്ക് വേഗത്തിൽ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് ബ്രഹ്മപദത്തിലെത്താം. ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. ഇപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവത്ഗീതയില് ഭഗവാനോട് അർജുനൻ 16 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിലെ 4-ാമത്തെ അധ്യായത്തിലാണ് വരുന്നത് 3-ാമത്തെ ചോദ്യം. ഇത്തിരി പ്രയാസമാണ് കൃഷ്ണ.
കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ സംഭവം ശരിയാണ്, എല്ലാം വളരെ മനോഹരം. പക്ഷെ ഇതൊക്കെ പ്രാവർത്തികമാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടല്ലേ? മനസ്സിനെ പിടിച്ചു നിർത്തുക എന്ന് പറഞ്ഞാൽ കാറ്റെ വേണമെങ്കിൽ ഞാൻ കൈ പിടിച്ചൊക്കെ ഒന്ന് പിടിച്ചു നിർത്താൻ പറ്റും. പക്ഷെ മനസ്സിനെയൊക്കെ എങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റും? ആ മൂന്നാമത്തെ ചോദ്യത്തിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് വീണ്ടും ഇവിടെ വരുന്നത്. ഭഗവാൻ എല്ലാം ഓർമ്മിച്ച് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അർജുനൻ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചിട്ടാണ് സംസാരിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ട്. ഇവിടെ ആദ്യത്തെ വരിയിൽ തന്നെ അപ്പൊ അവിടെ അന്ന് പറയുന്നുണ്ട്, ശരിയാണ്, അങ്ങ് പറഞ്ഞത് ശരിയാണ്, വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അഭ്യാസം കൊണ്ട്, നിരന്തരമായ അഭ്യാസം കൊണ്ട്, ശരിയല്ലേ? അല്ലേ? അതെ അതെ പ്രഭു. അപ്പൊ ഇവിടെ വീണ്ടും അത് എടുത്തു പറയാണ്, എങ്ങനെയാണ് നിരന്തരമായ അഭ്യാസം ചെയ്യേണ്ടത്. ഒരു കാര്യം ആവർത്തിച്ച് ഭഗവാൻ പറയുന്നുണ്ട്. വേറെ പല ശ്ലോകങ്ങളിലും ഈ ഒരു പദം ഭഗവാൻ സൂചിപ്പിക്കുന്നുണ്ട്. അർജുനോട് വളരെ നിഷ്കർഷമായിട്ട് ചില പോയിന്റുകൾ പറയുന്നുണ്ട്. അതിനകത്തൊരു പോയിന്റാണ് അവ്യഭിചാരേണ. എന്താ അവ്യഭിചാരേണ? എന്താ അവ്യഭിചാരേണ എന്ന് പറഞ്ഞത്? പ്രോസ്റ്റിറ്റ്യൂഷൻ അഥവാ വ്യഭിചരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നിലധികം ആളുകളെ തേടിപ്പോവുക, അല്ലെങ്കിൽ ഒന്നിലധികം പറഞ്ഞിട്ടില്ലേ, പണ്ട് ഉള്ളവർ പറയാറില്ലേ, 2 വള്ളത്തിൽ കാല് വെക്കരുതെന്ന്. ശരിയല്ലേ? കേട്ടിട്ടില്ലേ? ഇത്രയുള്ളൂ കാര്യം. ശരിയായ വിശ്വാസത്തോടെ ശരിയായ പാതയിലൂടെ വ്യതിചലിക്കാത്ത മനസ്സോടുകൂടി ഭഗവാനാണ് നമുക്കെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൗന്ദയ പ്രതിജാനീഹി നമേ ഭക്ത്യ പ്രണശ്യതി എന്ന വാക്ക് നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വിഷമം വരുമ്പോഴൊക്കെ ഓർമ്മിക്കുക. എന്നിട്ട് ഭഗവാനെ വിളിക്കുക. ഇതാണ് അതിന്റെ ശ്രദ്ധ എന്ന് പറയുന്നത്. ഭക്തി എന്ന് പറയുമ്പം നേരത്തെ ഞാൻ ഈ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു നിർവചനം, ഭക്തിയുടെ നിർവചനം നാരദ ഭക്തി സൂത്രത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എന്ത് പറഞ്ഞിട്ടുണ്ട് നാരദ ഭക്തി സൂത്രത്തില്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഭക്തി എന്ന് പറയുന്നത് പ്രേമവും അനുരാഗവും കൂടി ചേർന്നതാണ്. പ്രേമവും അനുരാഗവും ചേർന്നതാണ് ഭക്തി എന്ന് പറയുന്നത്. ആ ഭക്തി കിട്ടണമെന്നുണ്ടെങ്കിൽ സേവനത്തിലൂടെ മാത്രമേ പറ്റത്തുള്ളൂ. ആ സേവനം എങ്ങനെയാണ്? ഭക്തിയും അനുരാഗവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സേവനം ചെയ്യാൻ തോന്നത്തുള്ളൂ. നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുന്നുണ്ട്, നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു ഗസ്റ്റാണ് വരുന്നെങ്കിൽ എന്തായിരിക്കും നമ്മുടെ മനസ്സ്? ഒരു അതിഥി നമുക്ക് താല്പര്യമില്ലാത്ത ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ മനസ്സ് ആ സമയത്ത്? എന്തായിരിക്കും? സൽക്കരിക്കാനായിട്ട് വിമുഖത കാണിക്കും. ഇത്തിരി ഇഷ്ടത വിമുഖത കാണത്തില്ല. കാണിക്കും. ശരിയാണ്, ഇത്തിരി വിമുഖത കാണിക്കും. അതേസമയം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു അതിഥി വീട്ടിലേക്ക് വരികയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? എന്തായിരിക്കും? സന്തോഷത്തോടെ സ്വീകരിക്കും പ്രഭു. സന്തോഷത്തോടെ. ആ സന്തോഷമെല്ലാം നമ്മുടെ മുഖത്ത് കാണാൻ പറ്റും, ഇല്ലേ? ഇല്ലേ? അതെ അതെ നമ്മുടെ കണ്ണറിയാതെ വികസിക്കും. ശരിയല്ലേ? ശരിയാ പ്രഭു. ആ കണ്ണുകൾ ആ വ്യക്തിയുടെ മുഖത്ത് നമ്മൾ മാറ്റത്തില്ല, അങ്ങനെ നോക്കിയിരിക്കും. ആ കണ്ണുകൾ തമ്മിൽ തന്നെ കഥകൾ പറയും. ഇവിടെയാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ആ ഒരു ശ്രദ്ധ വരണമെന്നുണ്ടെങ്കിൽ ആ പ്രേമം നമ്മുടെ ഉള്ളിൽ വളർത്തിയെടുക്കണം. ആ പ്രേമം അനുരാഗമായിട്ട് മാറണം. അവിടെയാണ് നാരദ മഹർഷി പറയുന്നത് ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേമവും അനുരാഗവും കൂടിയാണ്. രാഗം, എന്തുകൊണ്ട് അനുരാഗം എന്ന് പറഞ്ഞത്?
ഇവിടെ പാട്ട് പഠിച്ചവർ എത്ര പേരുണ്ട്? പല്ലവി, അനുപല്ലവി എന്നൊക്കെ എത്ര പേര് പറയുന്നു? പല്ലവി, അനുപല്ലവി എന്നൊക്കെ എന്താ പറയുന്നത്? പല്ലവി, അനുപല്ലവി, ചരണം. എന്താ അത് സംഭവം? എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് ചോദിച്ചതാ. എനിക്കറിയില്ല, ഹസ്ബൻഡ് എഴുതും. ആദ്യത്തെ വരിയാണ് പല്ലവി, രണ്ടാമത്തെ വരി അനുപല്ലവി. അതെന്താ അങ്ങനെ അനുപല്ലവി എന്ന് പറഞ്ഞത്? അനുപല്ലവി എന്തോ? രണ്ടാമത്തെ വരി ആണ് അനുപല്ലവി. പല്ലവി അനുഗമിച്ചത് പല്ലവി തുടർച്ചയായിട്ട് വരുന്നത്. ചരണം, പല്ലവി, ചരണം അല്ലേ? ഇതൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അപ്പൊ അനുപല്ലവി, അപ്പൊ തുടർച്ചയായിട്ട് വരുന്ന വാക്കുകളാണ് പിന്നെ അനുപല്ലവി എന്ന് പറയുന്നത്. അതുപോലെ രാഗം അത് ഒരിടത്ത് നിർത്തേണ്ടതല്ല, അനുരാഗമായിരിക്കണം, തുടർച്ചയായിട്ട് വന്നുകൊണ്ടേ ഇരിക്കണം ഉള്ളിന്റെ ഉള്ളിൽ നിന്ന്. നഭപങ്കജനാഭായ, ഇപ്പോഴും പറഞ്ഞൊരു ശ്ലോകമാണ്. നഭപങ്കജനാഭായ നഭപങ്കജമാലിനേ നഭപങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. ഭഗവാനെ കാണുമ്പം നമ്മുടെ ഹൃദയത്തിൽ അറിയാതെ കുന്തിയമ്മ സ്തുതിക്കുന്നത് പോലെ ഇതേ സ്തുതികൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തണം. അവിടെയാണ് ആ സ്നേഹത്തിന്റെ അളവുകോലുള്ളത്. അവിടെ ചെല്ലുമ്പോൾ, ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ അർച്ചവിഗ്രഹത്തെ, നമ്മുടെ വീട്ടിൽ അർച്ചവിഗ്രഹത്തെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഭാഗവതം, ഭഗവത്ഗീത വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അറിയാതെ ആ ഒരു സ്പന്ദനം ഉണ്ടായി. ആ വാക്കുകൾ, ഭഗവാന്റെ ഭക്തന്മാര് ചൊല്ലിയ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ ഓടിയെത്തണം. നഭപങ്കജനാഭായ നഭപങ്കജമാലിനേ നഭപങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രി. ആ അർച്ചവിഗ്രഹത്തെ നോക്കിക്കൊണ്ട് നമ്മൾ പാടണം. എന്നിട്ട് സാഷ്ടാംഗം നമസ്കരിക്കണം. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അവിടെ നമ്മൾ നമിച്ചു, സാഷ്ടാംഗം പ്രണമിച്ചു കഴിഞ്ഞു. ഇത്രയും ശുദ്ധമായ പ്രാർത്ഥന മറ്റൊന്നില്ല. നമ്മൾ സാഷ്ടാംഗം പ്രണമിച്ചു കഴിഞ്ഞു. നമ്മുടെ കണ്ണിൽ നിന്ന് അറിയാതെ കണ്ണുനീർ തുള്ളി സന്തോഷാശ്രുക്കൾ വരണം. അവിടെയാണ് അനുരാഗം എന്ന് പറയുന്നത്. ഭക്തി എന്ന് പറയുന്നത് പ്രേമവും അനുരാഗവും കൂടി ചേർന്നതാണ്. ഇപ്പൊ നാരദ മഹർഷി പറഞ്ഞത് ശരിയല്ലേ? ആണോ അല്ലേ? ശരിയാണ് പ്രഭു. ശരിയാണ്. അപ്പൊ നമുക്ക് ആ ചെറിയൊരു ഭാവാർത്ഥം കൂടെ ഒന്ന് വായിച്ചു നോക്കാം അല്ലേ? ആർക്ക് വായിക്കാം ഭാവാർത്ഥം? പതിനാലിലെ 26 കാര്യമാണ് പറഞ്ഞത്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. അതിനാലെ ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. ശീലപ്രഭുപാദ് കി ജയ്. അർജുനന്റെ മൂന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ശ്ലോകം. അതീന്ദ്രിയ അവസ്ഥയിൽ എങ്ങനെ എത്തിച്ചേരുന്നു എന്നാണല്ലോ ചോദ്യം. മുമ്പ് പറഞ്ഞതുപോലെ ഭൗതിക ലോകം പ്രകൃതിയിലെ ത്രിഗുണങ്ങൾക്ക് വഴങ്ങിയാണ് പ്രവർത്തിച്ചു പോരുന്നത്. ഈ പ്രകൃതി ഗുണങ്ങളുടെ പ്രവർത്തനങ്ങൾ നമ്മെ അലട്ടാതെ നോക്കണം. അവയിൽ മനസ്സ് വയ്ക്കുന്നതിന് പകരം കൃഷ്ണകർമ്മങ്ങളിലേക്ക് മനസ്സിനെ തിരിച്ചുവിടുക. കൃഷ്ണകർമ്മങ്ങൾ എന്നാൽ ഭക്തിയോഗം. സദാ കൃഷ്ണന് വേണ്ടി പ്രവർത്തിക്കുക. കൃഷ്ണന് മാത്രമല്ല, ഭഗവാന്റെ വിവിധ വിസ്തരണ മൂർത്തികളായ രാമൻ, നാരായണൻ മുതലായവർക്ക് അർപ്പിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളും ഇതിലുൾപ്പെടും. ഭഗവാന്റെ രൂപ വിസ്തരണങ്ങൾക്ക് എണ്ണമില്ല. കൃഷ്ണ സേവനത്തിലോ കൃഷ്ണന്റെ രൂപ വിസ്തരണങ്ങളുടെ സേവനത്തിലോ ഏർപ്പെടുന്ന വ്യക്തി ഗുണാതീതനാണ്. കൃഷ്ണന്റെ മൂർത്തിഭേദങ്ങളെല്ലാം തികച്ചും അതീന്ദ്രിയങ്ങളും സച്ചിദാനന്ദാത്മകങ്ങളുമാണ്. സർവശക്തരും സർവസാക്ഷികളുമാണ് അവരെല്ലാം. ആധ്യാത്മിക ഗുണ സമ്പന്നരും. കൃഷ്ണന്റെയോ അദ്ദേഹത്തിന്റെ സമഗ്രമായ വിസ്തരണങ്ങളുടെയോ സേവനത്തിൽ ഏർപ്പെടുന്ന
സ്ഥിരനിശ്ചയനായ മനുഷ്യന് അധമ്മ ശക്തിയുള്ളവയെങ്കിലും വിസ്തരണങ്ങളുടെയോ സേവനത്തിൽ ഏർപ്പെടുന്ന സ്ഥിരനിശ്ചയനായ മനുഷ്യന് അദമ്യ ശക്തി ഉള്ളവയെങ്കിലും പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ നിഷ്പ്രയാസം ജയിക്കാൻ കഴിയും. 7-ാം അധ്യായത്തിൽ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. കൃഷ്ണന് ആത്മാർപ്പണം ചെയ്യുന്നവന് പ്രകൃതി ഗുണങ്ങളെ വേഗത്തിൽ അതിക്രമിക്കാം. കൃഷ്ണാവബോധം ഉദിക്കുക അഥവാ ഭക്തിപൂർവം ഭഗവത് സേവനം ചെയ്യുക എന്നാൽ കൃഷ്ണനോട് തുല്യത നേടുക എന്നാണ് അർത്ഥം. തന്റെ ഭാവം സച്ചിദാനന്ദാത്മകമാണെന്ന് ഭഗവാൻ പ്രസ്താവിച്ചിട്ടുണ്ട്. സ്വർണ്ണ ശകലങ്ങൾ സ്വർണ്ണഖനിയുടെ അംശങ്ങൾ എന്നതുപോലെ ജീവസത്തകൾ ഭഗവത് അംശങ്ങളാണ്. ഇങ്ങനെ ജീവസത്ത ആധ്യാത്മിക തലത്തിൽ സ്വർണത്തെ പോലെയും ഗുണത്തിൽ കൃഷ്ണനെ പോലെയുമാണ്. വ്യക്തി എന്ന ഭേദഭാവം തുടർന്നു പോരുന്നു. അത് ഇല്ലെങ്കിൽ ഭക്തിയോഗത്തിന്റെ പ്രശ്നമേ ഇല്ലല്ലോ. ഭക്തിയോഗത്തിന് ഭഗവാൻ വേണം, ഭക്തൻ വേണം. അവർക്കു തമ്മിൽ പരസ്പര പ്രേമം ഉണ്ടാവണം. അപ്പോൾ ഭഗവാനിലും ഭക്തനിലും വെവ്വേറെ വ്യക്തിസത്തകൾ ഇല്ലായിരുന്നു എങ്കിൽ ഭക്തിയോഗത്തിന് അർത്ഥമെന്ത്? സർവേശ്വരന്റേതായ അതീന്ദ്രിയാവസ്ഥയിൽ നിലകൊള്ളുന്നവർക്കേ അവിടുത്തെ സേവിക്കാൻ കഴിയും. രാജാവിനെ സഹായിക്കുവാൻ ഉദ്യമിക്കുന്ന ഒരാൾ അതിനു വേണ്ടുന്ന ഗുണവിശേഷങ്ങൾ നേടണം. അതുപോലെ ബ്രഹ്മനിഷ്ഠനാവുക എന്നതാണ് ഇതിനുള്ള യോഗ്യത. അല്ലെങ്കിൽ ഭൗതികങ്ങളായ കൽമഷങ്ങളിൽ നിന്ന് സ്വയം മോചിതനാവുക. ബ്രഹ്മയീ വസൻ ബ്രഹ്മാപ്യോതി എന്ന് വൈദിക സാഹിത്യം. പരബ്രഹ്മ പ്രാപ്തിക്ക് സ്വയം ബ്രഹ്മനാവണം. ഗുണം കൊണ്ട് ഒരാൾ ബ്രഹ്മനാകണമെന്നർത്ഥം. വ്യക്തിഗതാത്മാവെന്ന നിലയിൽ തന്റെ ശാശ്വതമായ ബ്രഹ്മൻ എന്ന ഭാവം ബ്രഹ്മപ്രാപ്തിയിലും ഒരാൾക്ക് നഷ്ടമാകുന്നില്ല. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അത് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത്. ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഭക്തി എന്ന് പറഞ്ഞാൽ സേവനം കൊണ്ട് മാത്രമേ നേടാൻ സാധിക്കുകയുള്ളൂ. ഭഗവാനെ ആ സേവനത്തിലൂടെ മാത്രമേ നേടാൻ സാധിക്കുകയുള്ളൂ. 2, നമ്മൾ പല ഭാവങ്ങളിൽ ഭഗവാനെ കാണാം. അതിലെ ശ്രേഷ്ഠമായ ഭാവം എന്ന് പറയുന്നത് ദ്വിഭുജ രൂപമാണ്. കസ്തൂരി തിലകം ലലാട പടലി വട്ടസ്ഥലി കൗസ്തുഭം നാസാഗരി വരമൗക്തികം കരതലി വേണു കരി കങ്കണം സർവാംഗേ ഹരിചന്ദനം സുരളിതം ഖണ്ഡേജ മുക്താവലി ഗോപസ്ത്രീ പരിവേഷ്ടിതോ വിജയതേ ഗോപാല ചൂടാമണി. ഭഗവാന്റെ പ്രേമസുന്ദരമായ ആ മുരളീനാഥ രൂപം, മുരളി ഗോപാല രൂപം, അതാണ് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിൽ പതിപ്പിക്കേണ്ടത്. കാര്യം വളരെ ആനന്ദകരമായ ഒരു ഭാവവും ശാശ്വതമായ ഭാവവുമാണ്. ഈ ഒരു ഭാവത്തിൽ നിന്നാണ് മറ്റെല്ലാം എക്സ്പാൻഷൻ ഉണ്ടായത്, നടന്നത്. ആ ഒരു ഭാവത്തിൽ വേണം. ഇതാണ് ശ്രേഷ്ഠമായ ഒരു ഭാവമാണ്. അപ്പൊ ചിലര് പറയും, ഭഗവാനും നമ്മളും എല്ലാം ഒന്നാ. ശരിയാ, ഭഗവാനും നമ്മളും എല്ലാം ഒന്നാ. പക്ഷേ അതിലെ റേറ്റിംഗിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ജീവാത്മാവും പരമാത്മാവും, നേരത്തെ ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ജീവാത്മാവും പരമാത്മാവും 2 തന്നെയാണ്, ഒന്നല്ല. ആ പരമാത്മാവും ജീവാത്മാവും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഘടകമാണ് സേവനം എന്ന് പറയുന്നത്, ഭക്തിയുത സേവനം. ഒരിക്കലും നമ്മൾ ഭഗവാനാകാൻ പോകുന്നില്ല. എന്നാൽ ഭഗവാന്റെ അംശങ്ങളാണ് നമ്മൾ. സൂര്യനും സൂര്യപ്രകാശവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് പോലെയാണ്. അജ്ഞാനികളാണ് സൂര്യനും സൂര്യപ്രകാശവും ഒന്നാണെന്ന് പറയുന്നത്. അതുപോലെയാണ് ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്ന് പറയുന്നത്. ഒരിക്കലുമല്ല. ഭഗവാന് വ്യക്തമായ ഭാവമുണ്ട്, രൂപമുണ്ട്. നമ്മുടെ അതെല്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പഞ്ചമഹാഭൂതങ്ങളെ കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നതാണെങ്കിൽ ഭഗവാൻ 3 എലമെന്റ്സിനെ കൊണ്ടാണ്, സത്ത്, ചിത്ത്, ആനന്ദം. അത് അതീന്ദ്രിയമായ അവസ്ഥയിൽ എത്തിയവർക്ക് മാത്രമേ ആ സത്ത്, ചിത്ത്, ആനന്ദത്തിൽ എത്തുകയുള്ളൂ. ആ ഒരു അതീന്ദ്രിയമായ അവസ്ഥയിൽ എത്തിയതാണ് അതികർത്ത ഗോപാലദാസ് പ്രഭു പറഞ്ഞിട്ടുണ്ട്. മഹാപ്രഭു ഉന്മാദ അവസ്ഥയാണ്. പലപ്പോഴും നാമം ചെല്ലുമ്പോൾ ഉന്മാദ അവസ്ഥയിലെത്തും. അത് ഭക്തിയുടെ മറ്റു തലങ്ങളാണ്. ചെറിയ വിറയല്, കരയുക, ഇതൊക്കെ ഭക്തിയുടെ മറ്റു തലമാണ്. നമ്മൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരെയും നമ്മൾ ഒന്നും പറയരുത്. പ്രത്യേകമായ ഒരു ഉന്മാദ അവസ്ഥയിൽ എത്തുകയാണ്. മഹാപ്രഭു എത്രയോ പ്രാവശ്യം ബോധം കെട്ട് വീണിട്ടുണ്ട്. ഒരു പ്രാവശ്യം അങ്ങനെ വീണപ്പം ഭക്തന്മാരെല്ലാം വിഷമിച്ചപ്പോൾ സാർവഭൗമ ഭട്ടാചാര്യർ പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട, കുറെ നേരം അങ്ങനെ ഉണ്ടാവട്ടെ, കിടക്കട്ടെ എന്ന് പറയും.
അദ്ദേഹത്തിന്റെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോയിട്ട്. മഹാപ്രഭു വൃന്ദാവനത്തിലേക്ക് പോകുന്ന വഴിക്ക്, തിരിച്ച് വൃന്ദാവനത്തിലേക്ക് പോകുന്ന സമയത്ത് പുരിയിൽ നിന്ന് രഘുനാഥദാസ പ്രഭുവിനെയൊക്കെ കാണും. അതിലെ ഒരു ഭക്തൻ ഗൗരിദാസ് എന്ന് പറയുന്നൊരു ഭക്തനുണ്ട്. ആ ഭക്തൻ മഹാപ്രഭുവിനെ പിന്തുടരാൻ ശ്രമിക്കും. മഹാപ്രഭുവിന്റെ കൂടെ പോകാൻ ശ്രമിക്കുമ്പോൾ മഹാപ്രഭു പറയും, തിരിച്ച് വീട്ടിൽ പോകും, ഗൃഹസ്ഥാശ്രമ ജീവിതം കുറെ നാളുകൂടെ വേണം. മഹാപ്രഭു ഒരിക്കലും ഗൃഹസ്ഥാശ്രമം വിടാനൊന്നും പറഞ്ഞിട്ടില്ല. ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ ചിലരെങ്കിലും വരാൻ മടിക്കുന്നത് തൻ്റെ മക്കള് സന്യാസിമാരായി പോകുമോ, ഗൃഹസ്ഥാശ്രമ ജീവിതം ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടാണ്. അതൊക്കെ ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ. അതിനെപ്പറ്റിയൊന്നും ഉത്കണ്ഠപ്പെടുകയേ വേണ്ട. ഇതൊക്കെ ഭഗവാൻ നോക്കിക്കോളും. മഹാപ്രഭു അദ്ദേഹത്തോട് പറഞ്ഞത്, ഗൃഹസ്ഥാശ്രമ ജീവിതം വിടാനുള്ള സമയമായിട്ടില്ല, പോയി ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ നിന്നുകൊണ്ട് തന്നെ ഭക്തിയുത സേവനം ചെയ്യാൻ പറഞ്ഞു ഗൗരിദാസനോട്. നോക്കണം. ഇപ്പൊ ഗൗരിദാസൻ പറയും, അങ്ങേ പിരിഞ്ഞിരിക്കാൻ എനിക്ക് ഒട്ടും പറ്റുന്നില്ലെന്ന് പറയും. അവിടെയാണ് ഭജതേ, ഭജതേ എന്ന വാക്ക്. ഭജതേ, എപ്പോഴും ഭജിച്ചുകൊണ്ടിരിക്കുക. സതതം കീർത്തയന്തോ മാം. ഏതാ ശ്ലോകം വരുന്നത്? സതതം കീർത്തയന്തോ മാം. പറഞ്ഞാട്ട് ഏത് ശ്ലോകമാ? 9-ലാണോ 7-ലാണോ? 7-ലാണെന്ന് തോന്നുന്നു. ഹരേ കൃഷ്ണ, ശ്ലോകം എടുത്താട്ട്. സതതം കേൾക്കുന്നുണ്ടോ? സതതം കീർത്തയന്തോ മാം യേ ജനാ പത്യുപാസ്യന്ത യദന്തശ്ച ദൃഢവ്രതാഃ. എടുത്താട്ടൊന്ന്. ഏതാ ശ്ലോകം വരുന്നത്? ഏതദ്യോനീനി ഭൂതാനി സർവാണീത്യുപധാരയ. അല്ല മാതാജി, സതതം കീർത്തിയന്തോ മാം യദന്തശ്ച ദൃഢവ്രതാഃ നമസന്ധ്യച്ച മാം ഭക്ത്യ. 9-14 എടുത്താട്ട്. മോസ്റ്റ് കോൺഫിഡൻഷ്യൽ നോളജ്. 9-14. ഹരേ കൃഷ്ണ. സതതം കീർത്തയന്തോ മാം യദന്തശ്ച ദൃഢവ്രതാഃ നമസ്യന്തശ്ച മാം ഭക്ത്യാ നിത്യായുക്താ ഉപാസതേ. വിവർത്തനം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിവർത്തനം. ശ്രീല പ്രഭുപാദർക്ക് ജയ്. എല്ലായ്പ്പോഴും എന്റെ കീർത്തികൾ ആലപിച്ചും നിശ്ചയദാർഢ്യത്തോടെ പ്രയത്നിച്ചുകൊണ്ടും എന്റെ മുമ്പിൽ പ്രണമിച്ചുകൊണ്ടും ഈ മഹാത്മാക്കൾ നിരന്തരം എന്നെ ഭക്തിയോടുകൂടി ആരാധിക്കുന്നു. ഹരേ കൃഷ്ണ. മഹാത്മാക്കളെ പറ്റി പറയുന്നതാണ്. എന്താ മഹാത്മാക്കൾ? മഹാത്മാക്കൾ എന്ന് പറയുമ്പോൾ എന്താണ്? വിവർത്തനം ഒന്നുകൂടെ വായിച്ചേ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദർക്ക് ജയ്. എല്ലായ്പ്പോഴും എന്റെ കീർത്തികൾ ആലപിച്ചും നിശ്ചയദാർഢ്യത്തോട് പ്രയത്നിച്ചുകൊണ്ടും എന്റെ മുമ്പിൽ പ്രണമിച്ചുകൊണ്ടും ഈ മഹാത്മാക്കൾ നിരന്തരം എന്നെ ഭക്തിയോടുകൂടി ആരാധിക്കുന്നു. ഹരേ കൃഷ്ണ. സുന്ദരമായ എത്ര സുന്ദരമായ വിശദീകരണമാണ് ഭഗവാൻ തരുന്നത്. ഈ മഹാത്മാക്കൾ നിരന്തരം, ചില പടത്തിലെ ഭക്തിക്ക് ഒത്തിരി കൂടിപ്പോയി. എന്താ ഈ കൂടുതൽ എന്നുള്ളത് ചോദിച്ച് അറിയത്തില്ല. ഇത്തിരി കൂടുതലാ കേട്ടോ. ആവാം എല്ലാവർക്കും. ഞങ്ങളും ഭഗവാനെ വിളിക്കുന്നവരാ. ഇല്ല, ഇങ്ങനെ പറയുന്നവരെ കേട്ടിട്ടുണ്ടോ? എപ്പോഴും ഇതൊക്കെ പറയുന്നതാണ് കേൾക്കുന്നത്. ഒരുപാട് കേൾക്കുന്നുണ്ട്. ഇത്തിരി കൂടിപ്പോയി. ഇത്തിരി കൂടുതലാ. ഞങ്ങളങ്ങ് ഭഗവാനെ വിളിക്കുന്നവരാ. ഞങ്ങൾ എന്തോ ഭക്തരല്ലേ? ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നില്ലേ? മറുപടി എന്തോ ഇത്തിരി ഓവറാ അല്ലേ? എന്താ ഓവർ? ഭഗവാൻ ഒന്നും ഇവിടെ ഭഗവാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? സതതം എപ്പോഴും എന്നെ പ്രാർത്ഥിക്കുന്നവരെന്നാ പറയുന്നത്. അർജുനന്റെ വിജയം അതായിരുന്നു. ജീവിതത്തിലെ വിജയം അതായിരുന്നു. എത്ര ദുഃഖങ്ങൾ അർജുനൻ ഉണ്ടായിരിക്കേണ്ടതാണ്. കാര്യം നമ്മളായിരുന്നു അർജുനന്റെ സ്ഥാനത്തെങ്കിൽ നമ്മള് എന്നേ മരിച്ചുപോയേനെ. ശരിയല്ലേ? അത്രയും സംഘർഷങ്ങൾ അർജുനൻ നേരിട്ടിട്ടുണ്ട്. സ്വന്തം മകനെ നഷ്ടപ്പെട്ടില്ലേ? ഇല്ലേ? ശരിയല്ലേ? അതെ അതെ പ്രഭു. പക്ഷെ അർജുനന്
ഒരിക്കലും അർജുനൻ ദുഃഖിച്ചതായിട്ട് നമ്മൾ ഒരിടത്തും കണ്ടില്ല. എന്തുകൊണ്ടാ? ഭഗവാൻ കൂടെ ഉണ്ടായത് കൊണ്ടാണ്. എപ്പോഴും അർജുനൻ ഭഗവാനെ സ്മരിച്ചത് കൊണ്ടാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിലും ദുഃഖങ്ങളെ തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ, ദുഃഖങ്ങളെ 100% നിന്റെ ദുഃഖം ഞാൻ മാറ്റിത്തരാൻ പറ്റുമെന്ന് ഏതെങ്കിലും ഒരുവൻ പറയുകയാണെങ്കിൽ അവൻ കള്ളനാ. ഏതെങ്കിലും ജ്യോതിഷന്റെ കാര്യമാണ് പറഞ്ഞത്, കള്ളനാ. ദുഃഖാലയം അശാശ്വതം. ഈ ഭൂമി ദുഃഖങ്ങൾ നിറഞ്ഞതാണ്. ഈ ഭൂമിയിലുള്ളിടത്തോളം കാലം നമുക്ക് ചെറിയ ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകും. പക്ഷെ ആ ക്ലേശങ്ങളെ അതിജീവിക്കുക എന്നുള്ളതാണ്. ഒരു ഡയബറ്റിക് പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം അവൻ മരണം വരെ അവൻ ഡയബറ്റിക് പേഷ്യന്റ് ആയിരിക്കും. ശരിയോ തെറ്റോ? ശരിയാണ് പ്രഭു. ശരിയാണ്. പിന്നെ അവൻ എന്താ ചെയ്യേണ്ടത്? പിന്നെ അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ് അതിജീവനം. അല്ലേ? അല്ലേ? ശരിയല്ലേ? അതെ അപ്പൊ അതെ നമ്മള് അതിൻ്റെതായ പ്രൊസീജിയറോട് മുന്നോട്ട് പോകും. എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ലോകം എന്ന് പറയുന്നത് ദുഃഖം നിറഞ്ഞതാണ്. പക്ഷെ ആ ദുഃഖത്തെ അതിജീവിക്കുക എന്നുള്ളതാണ്. അതെങ്ങനെ? സതതം കീർത്തയന്തോ മാം യഥന്തച്ച ദൃഢവ്രതാക നമസ്യന്തച്ച മാം ഭക്തിയ നിത്യയുക്ത ഉപാസത. എപ്പോഴും എന്നെ പ്രണമിക്കുന്നവരുടെ ഹൃദയത്തിൽ ഞാൻ എപ്പോഴും ഉണ്ടാകും. ഞാൻ അവരിൽ എപ്പോഴും വസിക്കും. ഞാൻ ഏതൊരുവന്റെ ഹൃദയത്തിൽ വസിക്കുന്നുവോ, ഞാൻ വസിക്കുന്നിടത്തോളം കാലം അവന് ഒരു നാശവും സംഭവിക്കത്തില്ല. അവനൊന്നും സംഭവിക്കത്തില്ല. അവിടെയാണ് ഭഗവാൻ നേരത്തെ പറഞ്ഞത് നമേ ഭക്ത്യാ പ്രണശ്യതി. ഒരിക്കലും നാശം സംഭവിക്കത്തില്ല. അതിന് ഏകാഗ്രമായ ഭക്തിയാണ്. ആ ഭക്തി ഭഗവാന്റെ രൂപം നമ്മുടെ ഹൃദയത്തിൽ പതിപ്പിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അവ്യക്തഗതവാദികൾ പറയുന്നത് പോലെ ഭഗവാന്റെ രൂപം ഇല്ല എന്നുള്ളതല്ല. അതേസമയം അതും നേരത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ അതും ഒരു തരത്തിൽ ശരിയാണ്. കാര്യം അവർക്ക് അതിനുള്ള യോഗ്യത വന്നില്ല രൂപം കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ അവർക്ക് വിശ്വാസമുണ്ട്. അതേസമയം ശരിയായ വൈഷ്ണവ സമ്പ്രദായത്തിലൂടെ ഭഗവത്ഗീത പഠിച്ചു വന്ന ഒരാൾക്ക് വ്യക്തമായ ധാരണയുണ്ട് ഭഗവാന്റെ രൂപമുണ്ട് എന്നുള്ളത്. അതിനെ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരിക. ഭഗവാനാണ് എല്ലാം എന്ന് ദൃഢതമമായി വിശ്വസിച്ചുകൊണ്ട് അലൗകികമായ നിഷ്കളങ്കമായ നിശ്ചയദാർഢ്യമായ പ്രേമത്തോടുകൂടി അനുരാഗത്തോടുകൂടി ഭഗവാനെ സേവനം ചെയ്യണം. സത്സംഗത്തിൽ വന്നിരിക്കുന്നത് സേവനമാണ്. ഭഗവാനെ കുറിച്ച് അന്യോന്യം സംസാരിക്കുന്നത് സേവനമാണ്. മച്ചിത്ത മദ്ഗത പ്രാണ എന്താ ശ്ലോകം? ബോധ എന്ത പരസ്പരം. പരസ്പരം നമ്മൾ ബോധവാന്മാരാവുക. കഥ എന്തച്ച ബോധ എന്ത പരസ്പരം കഥ എന്തച്ച മാം നിത്യം തുഷ്യന്തീചരമന്തിച്ച. അങ്ങനെയുള്ളവരിൽ വീണ്ടും ഞാൻ സന്തോഷം ഉളവാക്കുന്നു. ജീവിതത്തിൽ സന്തോഷം വരും. നേരത്തെ പറഞ്ഞ പെൺകുട്ടി ചെയ്തതുപോലൊന്നും ചെയ്യത്തില്ല. ആത്മീയ വിദ്യാഭ്യാസം വളരെ കൂടുതൽ വേണം. അപ്പോൾ അവരെപ്പോഴും കോൺസെൻട്രേറ്റ് ശ്രദ്ധയിലായിരിക്കും. എന്ത് കാര്യം ചെയ്യുമ്പോൾ ആ കൊച്ചുകുട്ടി ചോക്ലേറ്റ് എടുത്തപ്പം അത് ഇൻഗ്രീഡിയൻസ് ചെക്ക് ചെയ്തതുപോലെ നമ്മൾ ഒരാളെ പരിചയപ്പെടുമ്പോൾ, നമ്മൾ ഒരാളെ കാണുമ്പോൾ, നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ അത് ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കും. ഇദ്ദേഹം അല്ലെങ്കിൽ ഈ ആഹാരം ഭഗവാൻ ഇഷ്ടപ്പെട്ടതാണോ? ഭഗവാന്റെ കാര്യങ്ങളെ ഫോളോ ചെയ്യുന്നതാണോ? നമ്മുടെ സംസ്കാരവുമായിട്ട് ചേർന്നതാണോ എന്ന് ചിന്തിക്കും. വെറും ശാരീരികമായ ആകർഷണത്തിലൂടെ പോകില്ല. ഇത് പ്രത്യേകം തുറന്നു പറഞ്ഞ് കുട്ടികളെ അവബോധം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഇനിയും ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല. പല വിഷയങ്ങൾ നമ്മൾ സമൂഹത്തിൽ നിൽക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. കണ്ടില്ലേ? നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു വാർത്ത കേട്ടില്ലേ? ഒരു അധ്യാപിക തൻ്റെ കാമുകനുമൊത്ത് വണ്ടി ഇടിച്ചു കയറി 2 പേരും മരിച്ചു. നോക്കണം, ഇതെല്ലാം ആത്മീയതയുടെ കുറവാണ്. എന്തുകൊണ്ട് ഈ പേരുകളെല്ലാം നമ്മുടെ കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു? കാര്യം നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് മാത്രമേ ആത്മീയത ഇല്ലാതുള്ളൂ. ശരിയോ തെറ്റോ? ശരിയാണോ തെറ്റാണോ? ഞാൻ പറയുന്നത് അധിക പ്രസംഗം വല്ലതും ആണോ രാവിലെ ക്ലാസ്സിൽ വന്നിട്ട്? മറ്റുള്ള കമ്മ്യൂണിറ്റിയുമായിട്ട് കമ്പയർ ചെയ്താൽ കുറവാ പ്രഭു. അതെ അതെ. ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മുടെ ആ ശ്രദ്ധ
അപ്പൊ അവിടെയാണ് നമുക്ക് ഭഗവാൻ എല്ലാം നമുക്കുണ്ട്. ഏതൊരു കാര്യത്തിനെയും ഭഗവാനെ ബന്ധപ്പെടുത്തി ചെയ്യണം. അത് ദൃഢതമമായ ഒരു ഭക്തി. എന്താ ദൃഢതമമായ ഭക്തി? ശ്രീമദ് മഹാഭാഗവത്തിൽ വളരെ ശ്രേഷ്ഠമായ ഒരു ഉദാഹരണം വരുന്നുണ്ട്. പാരിജാതേ അജ്ഞാസേ ലബ്ധേ സാരംഗോ അന്യാന സേവതേ. അവിടെയും വരുന്നുണ്ട് സേവനം. സേവനം വളരെ അത്യാവശ്യമാണ്. സാരംഗോ അന്യ സേവതേ ത്വാത് ആംഗ്രി മൂലം ആസാദ്യ സാക്ഷാത് കിം കിം വൃണിമഹി. ആധ്യാത്മിക ലോകത്ത് ഒരു കൽപ്പവൃക്ഷമുണ്ട്. ആ വൃക്ഷത്തിന്റെ പേരെന്താ? എന്താ പേര്? ചിന്താമണിയാണോ പ്രഭു? പേരൊന്ന് ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ചിന്താമണി. ഹരേ കൃഷ്ണ. പ്രഭു ഇപ്പൊ പറഞ്ഞതല്ലേ പാരിജാതം? പാരിജാതം. യെസ്, ഹരേ കൃഷ്ണ. ശ്രദ്ധിച്ചു. അപ്പം പാരിജാതം എന്ന പുഷ്പം, വൃക്ഷം എല്ലാം കിട്ടും. അതുകൊണ്ടാണ് അതിനെ കൽപ്പവൃക്ഷം എന്ന് പറയുന്നത്. നമുക്കുള്ള എല്ലാം, നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാം കിട്ടും. പിന്നെ നമുക്ക് വേറെ എവിടെയെങ്കിലും പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ലേ? ഇല്ല. എന്ന് പറയുന്നത് പോലെ ഭഗവാന്റെ താമര പാദങ്ങളിൽ നമ്മൾ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ, ആശ്രയം എടുത്തു കഴിഞ്ഞാൽ, പിന്നെ നമുക്ക് എങ്ങോട്ടും തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും ആ ശരണാഗതിയിലൂടെ നമുക്ക് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞു വരുന്നത്? പക്ഷേ ആ ശരണാഗതി അലൗകികമായിരിക്കണം, അപ്രമേയമായിരിക്കണം, നിഷ്കളങ്കമായിരിക്കണം, ദൃഢമായ വിശ്വാസത്തിലൂടെ ആയിരിക്കണം, പ്രേമവും അനുരാഗവും നിറഞ്ഞതായിരിക്കണം. അത് ശരണാഗതി സേവനത്തിലൂടെ ആയിരിക്കണം. വാഞ്ചാകൽപതരൂഭ്യശ്ച കൃപാസിന്ധൂഭ്യേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രണാമം. ഹരേ കൃഷ്ണ. ഭഗവാന്റെ ഭക്തിയുത സേവനത്തിലൂടെ മാത്രമേ, പ്രേമത്തിലൂടെയും അനുരാഗത്തിലൂടെയും പോകുമ്പോഴേ ആ ഭക്തിയുത സേവനം പൂർണ്ണമാവുകയെന്നുള്ളത്. ആ പ്രേമവും അനുരാഗവും നമ്മുടെ ഹൃദയത്തിൽ വരണമെന്നുണ്ടെങ്കിൽ ദൃഢതമമായ വിശ്വാസം നമുക്കുണ്ടാവണം. അങ്ങനെ ഉണ്ടാകുന്ന ഒരാൾക്ക് തിരമാലകൾക്ക് ശക്തമായ കടൽക്ഷോഭത്തിനുപരിയിലൂടെ വള്ളക്കാരൻ തുഴഞ്ഞ് തന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നത് പോലെ നമ്മൾ ഈ പ്രകൃതിയുടെ 3 ഗുണങ്ങളെയും അതിജീവിച്ച് എത്താൻ സാധിക്കും എന്നുള്ളതും ഭഗവാൻ ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നു. ഹരേ കൃഷ്ണ. ഇതിനകത്ത് എന്തെങ്കിലും ഒബ്ജക്ഷൻ, യുവർ ഓണർ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ. ഹരേ കൃഷ്ണ.